ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് ശേഷം? സുഖമാണ് വിചാരിക്കുന്നു കേട്ടോ. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ തമിഴ്നാടിന്റെ പോലെ തന്നെ ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്, പക്ഷെ വലിയ എഫക്റ്റ് തരുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. കർട്ടൈൽമെന്റ് ലെറ്റേഴ്സ് കേട്ടിട്ടില്ല അല്ലേ? കേൾക്കാത്തവർ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട കാര്യമാണ്. യു കെയിൽ സ്റ്റുഡന്റ് വിസയിൽ നിൽക്കുന്നവരും വരാൻ നിൽക്കുന്നവരും കേട്ടിരിക്കേണ്ട കാര്യമാണ്. വന്നവര് കർട്ടൈൽമെന്റ് ലെറ്റർ വന്നവർക്ക് അവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. കാരണം ഈ കർട്ടൈൽമെന്റ് ലെറ്റേഴ്സ് വന്നവരെല്ലാം ലാസ്റ്റ് മിനിറ്റിലാണ് എന്നെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ചേട്ടാ രക്ഷപ്പെടാൻ എന്നുള്ള രീതിയിൽ. എന്ത് വഴി? തീർച്ചയായിട്ടും. പക്ഷേ ഇനി വരാൻ നിൽക്കുന്നവർക്ക്, ഇവിടെ പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് കേട്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്നൊരു ഐഡിയ കിട്ടിയേക്കാം. പിന്നെ ഗ്രാജുവേറ്റ് റിട്രീസിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചാനൽ ഇൻഫോർമേറ്റീവ് എല്ലാവരും കുറച്ച് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഷെയർ ചെയ്യുക, വീഡിയോ സ്വാഗതം. അപ്പോൾ ഗായ്സ്, തീർച്ചയായിട്ടും യു കെ സ്റ്റുഡന്റ് വിസ തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്. പക്ഷേ ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഗ്രാജുവേറ്റ് റൂട്ട് വിസ തന്നെ തുടങ്ങാം. ഗ്രാജുവേറ്റ് റൂട്ട് വിസ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. PSW ഇപ്പൊ നമുക്കറിയാം പലരുടെയും ആശങ്കയിലാണ്. അത് സ്റ്റുഡന്റ് വിസയിൽ ഇപ്പോൾ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെയും അതിന് പുറമെ നാട്ടിൽ നിന്ന് വിസ ഇല്ലെങ്കിൽ ഒരു എന്താ പറയാ ഓഫർ ലെറ്റർ എടുത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഫീസ് അടയ്ക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. വരാൻ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ആശങ്കയാണ് PSW മെയ് 14 എന്നുള്ള ദിവസം. തീർച്ചയായിട്ടും ഈ ഒരു ആശങ്കയ്ക്ക് ഒരു വിരാമം ഇടാം എന്നുള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ ഇപ്പോൾ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ കേസിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെയ് 14 റിവ്യൂ ചെയ്യാനാണ് പോകുന്നത്. റിവ്യൂ ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സംഭവം മിസ്യൂസ് ചെയ്യുന്നുണ്ടോ, അബ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാണ് റിവ്യൂ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് അതായത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം അത് പ്രോപ്പറായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ. കാരണം ഇപ്പൊ ഇവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ PSW എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ വന്ന അതേ ഫീൽഡിൽ അല്ലെങ്കിൽ ഷോർട്ടേജ് ഉള്ള ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തിരുന്നത് KRSയും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ്യൂസ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിപ്പോൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ബാധകമാകാൻ പോകുന്നില്ല. കാരണം നിങ്ങളെല്ലാം PSW ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടച്ചിട്ട് യു കെയിലേക്ക് കയറി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ PSW പിടിച്ചു പറിക്കാനോ എടുത്തു കളയാനൊന്നും പോകുന്നില്ല. കാരണം അതിന് മുന്നത്തെ നമ്മുടെ അറിയാം ഈ നിയമങ്ങൾ വരുന്ന സമയത്തും കാര്യങ്ങളെല്ലാം പല സമ്മിശ്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടി പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഭൂരിഭാഗം ആൾക്കാർ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ യു കെയിലേക്ക് വരാനായിട്ട് ഇപ്പോൾ ഓഫർ ലെറ്റർ എടുക്കുന്നവരും ഫീസ് അടയ്ക്കാൻ നിൽക്കുന്നവരും നിങ്ങളും PSW ഉള്ള സമയത്താണ് നിങ്ങൾ വരുന്നത്, ഇല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്റർ എടുത്തിരിക്കുന്നത്, അഡ്മിഷൻ എടുത്തിരിക്കുന്നത് വിചാരിക്കാം, ഇല്ലെങ്കിൽ വരാൻ നിൽക്കുന്നവരെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വറീഡ് ആവണ്ട. അതെന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയ് 14 ഇത് വെറും റിവ്യൂ ചെയ്യാനാണ് പോകുന്നത്. ഗവൺമെന്റ് ജനുവരികളിൽ അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം അവസാനമായിരിക്കും എന്തെങ്കിലും നിയമങ്ങൾ അവർ വരികയാണെങ്കിൽ വരുത്തുകയുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. ആ ട്വിസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ജൂൺ ജൂലൈയിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നിലയെ അപേക്ഷിച്ചിട്ട് അവർ നിലം തൊടില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് ലേബർ പാർട്ടിക്ക് ജയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനിയൊരു PSWയുടെ സൈഡിൽ നിന്ന് ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ലേബർ പാർട്ടി ആയിരിക്കും ചെയ്യാനായിട്ട് പോവാം. ഒന്നും പറയാൻ പറ്റില്ല. യു കെയിലെ രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ ഒരു ദിവസം മതി ഇവിടുത്തെ രാഷ്ട്രീയ നിലകളെല്ലാം മാറി മറിയാനായിട്ട്. പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് കൺസർവേറ്റീവ് പാർട്ടിക്ക് മുൻതൂക്കം ഇല്ലെങ്കിൽ നാളെ രാവിലെ എണിച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി മുൻതൂക്കത്തിലേക്ക് വരാൻ പറ്റും. അതുകൊണ്ടൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനും പറ്റില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അത് മാത്രമല്ല, ഇതിപ്പോൾ ലേബർ പാർട്ടി റിവ്യൂ ചെയ്യോ ഇല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമോ എന്നുള്ളത്. കാരണം റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു നിയമമായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് കുറേയധികം ഇനിയും പരിപാടികളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അപ്പോൾ ആരും പേടിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, 1-to-1 വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഒന്നില്ലെങ്കിൽ യു കെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്നവർ, ഓൾറെഡി ഓഫർ ലെറ്റർ എടുത്തിരിക്കുന്നവർ, അങ്ങനെ പലരുമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു സമാധാനമാകുമെന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല, പിന്നെ ഇനി നമുക്ക് പോവാം കർട്ടൈൽമെന്റ് ലെറ്റേഴ്സ്. അപ്പോൾ കർട്ടൈൽമെന്റ് ലെറ്റേഴ്സ് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ എനിക്ക് കോളുകൾ 1-to-1 കോളുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഈ കർട്ടൈൽമെന്റ് ലെറ്റേഴ്സിന്റെ കേസിലാണ്. ഇവർ വിളിക്കുന്നതിൽ പലരും വളരെ
വളരെ നിസ്സഹായ അവസ്ഥയിലാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 24 മണിക്കൂർ പോസിറ്റീവ് വിളമ്പിയ അവരുടെ വീഡിയോസ്, ഞാൻ നെഗറ്റീവ് ആണല്ലോ, എന്റെ വീഡിയോസ് പിന്നെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവ് വിളമ്പിയ മച്ചാമാരെന്ന് വിളിച്ചിട്ട് ഇനി എന്ത് ചെയ്യും ചേട്ടാ എന്നൊന്ന് ചോദിച്ചു നോക്കിയോ? അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള ഒരു തത്രപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ എന്നുള്ള കാര്യം നോക്കുക. അത് മാത്രമല്ല നിങ്ങളെ കൊണ്ടുവന്ന ഏജൻസീസ്, അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ അഡ്വർടൈസ്മെന്റ്സും ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പെയ്ഡ് ആക്ടേഴ്സിനൊക്കെ വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ടാവും. ഇവരെയൊക്കെ വിളിച്ച് ചോദിക്കും കട്ടൽമെന്റ് ലെറ്റേഴ്സിന്റെ കേസ് എന്താണെന്നുള്ളത്. നമ്മളാണ് ഈ കട്ടൽമെന്റ് ലെറ്റേഴ്സ് വരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ നിങ്ങളെ UK കയറ്റി എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്കകത്ത് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് UK വരാം, എങ്ങനെ വരാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയും. അതെ, നിങ്ങൾ ഒരു വലിയൊരു തുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് UK അല്ലെ. ചിലപ്പോൾ നിങ്ങൾ പകുതി ഫീസ് അടച്ചിട്ടായിരിക്കും വരിക. നമ്മുടെ വീഡിയോസിനകത്ത് റീലിലൂടെയും ഷോർട്ടിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാവരുടെയും പറഞ്ഞിരിക്കുന്നതാണ് UK വന്ന് പകുതി ഫീസ് അടച്ച് വന്ന് പാർട്ട് ടൈം ജോബ് ചെയ്ത് ഫീസ് അടയ്ക്കാം എന്നുള്ള കാഴ്ചപ്പാടിലാണ് വരുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല എന്ന് 1000 വട്ടം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ UK വന്നിട്ട് പല സ്റ്റുഡൻസിനെ ഈ പറഞ്ഞ ഏജൻസിക്ക് കൂടുതൽ കമ്മീഷന് വേണ്ടിയിട്ട് ചില യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് ചേർപ്പിച്ചിട്ട് 10, 18, 20 ലക്ഷം ഫീസ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ വേണം വെച്ചുകൊണ്ട് ചേർത്തിട്ട് പിള്ളേരെ കഴുത്തിറക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഏജൻസി തന്നെയാണ്, അതിന് കുറെ ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടുമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇവന്മാരൊക്കെ കൂടിയിട്ടാണ് ഈ പിള്ളേരുടെ ഭാവി കഴുത്തറുത്തിരിക്കുന്നത്. ഒരു രക്ഷപ്പെടാനുള്ള സാധ്യത പോലും ഇല്ലാത്ത രീതിക്കാണ് പൂട്ടിയിരിക്കുന്നത്. ചില യൂണിവേഴ്സിറ്റി വന്ന് കുറച്ച് കഴിയാത്ത മുമ്പ് തന്നെ 8 ലക്ഷം 10 ലക്ഷം ഒക്കെ ഫീസ് അടയ്ക്കാനായിട്ട് പറയും. എവിടെ നിന്ന് എടുത്തിട്ട് അടയ്ക്കാനാ? ഇവിടുത്തെ പാർട്ട് ടൈം ജോബ് ചെയ്ത് ഫീസ് അടയ്ക്കാമെന്നുള്ള കാഴ്ചപ്പാടിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് അവർ. ഇവിടെ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റില്ല എന്നുള്ളത്, പാർട്ട് ടൈം ജോബ് ഇല്ലെങ്കിൽ കുറവാണ് എന്നുള്ളത്, ഇല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ തന്നെയും അത് വെച്ചിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റിയെന്നുള്ള കാര്യം 1000 വട്ടം പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരാണ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അതുപോലെ ചില ആൾക്കാർ ഇവിടെ ഗ്രാജുവേറ്റ് വിസയിൽ വന്നിട്ട് ഒരു ഇൻഫ്ലുവൻസർ ആണെന്നും പറഞ്ഞ് നടന്നിട്ട് ലാസ്റ്റ് ആൾക്കാരെ മൂഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരടക്കം ജോലി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇവരടക്കം പാർട്ട് ടൈം ജോലിയും ചെയ്തിട്ട് ഡിപ്പെൻഡന്റിങ് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഇവര് ആൾക്കാരെ വിളിച്ചിട്ട് പാർട്ട് ടൈം ചെയ്തിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റും, അങ്ങനെ പോസിറ്റീവ് മാത്രം വിളമ്പിയിട്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്റ്റുഡൻസ് ആണ് ഈ വീഡിയോ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഈ സ്റ്റുഡൻസ് തീർച്ചയായിട്ടും അവർക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും, കാരണം അവർ ആൾക്കാരെ ഇതേപോലെ പോസിറ്റീവ് വിളമ്പിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഫീസ് അടയ്ക്കും. പക്ഷേ ഇവിടെ വന്ന് കട്ടൽമെന്റ് ലെറ്റേഴ്സ് നേരിടുന്ന സ്റ്റുഡൻസിന് എന്ത് മറുപടി എന്നുള്ള ചോദ്യത്തിന് അവരുടെ കയ്യിൽ മറുപടി ഒന്നുമില്ല. നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല, നിങ്ങൾ ഫീസ് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യും, കുറച്ച് ലോണെങ്കിലും എടുക്കാൻ നോക്ക് എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ ഇല്ലെങ്കിൽ ഫുൾ ഫീസ് അടച്ചിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ UK വരിക. നിങ്ങൾ PSW സമയത്തിന് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ PSW വരെ എത്തണം, നിങ്ങൾ പാസ്സാവോ എന്നറിയില്ല. ഒന്നാമത്തെ കേസ്, നിങ്ങൾ ക്ലാസ്സിന് പോകുമ്പോണോ അതോ പണിക്ക് പോകണോ ഫീസ് അടയ്ക്കാൻ എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ അല്ലെ. എങ്ങനെയാണ് PSW എത്തുക? കട്ടൽമെന്റ് ലെറ്റേഴ്സ് വന്നില്ലെങ്കിൽ എങ്ങനെയാ? കട്ടൽമെന്റ് ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ 60 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് UK വിട്ട് പോകേണ്ടതായിട്ട് വരും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഏത് വിസ നിങ്ങൾ എടുക്കും? കേരള വിസ എടുക്കുമോ? കേരള വിസയ്ക്ക് പോകുമ്പോഴും 10, 15, 16, 17 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഫീസ് അടക്കില്ല ഇവന്മാര് അല്ലേ? അതും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഇനി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലാസ്റ്റ് മിനിറ്റ് കട്ടൽമെന്റ് ലെറ്റർ വന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് എന്നെ കോൺടാക്ട് ചെയ്ത എല്ലാവർക്കും എന്ത് വഴിയാണ് പറയാൻ പറ്റുക? എന്തെങ്കിലും വിസ എടുത്ത് അടയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ വേറൊരു കേസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് മിനിറ്റ് കട്ടൽമെന്റ് ലെറ്റേഴ്സും വന്ന് എല്ലാം കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വേറെ വിസകളൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ യൂണിവേഴ്സിറ്റി കാല് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഫീസ് അടയ്ക്കണം. യൂണിവേഴ്സിറ്റി സമ്മതിക്കുമോ? യൂണിവേഴ്സിറ്റി കട്ടൽമെന്റ് ലെറ്റർ തന്നിട്ട് പിന്നെ ഫീസ് അടയ്ക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് വളരെ കുറവാണ്. യൂണിവേഴ്സിറ്റി അത് പിന്നെ സമ്മതിച്ചാൽ അവർ പറയും, ഇല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് വീണ്ടും അപ്ലൈ എന്നാണ് യൂണിവേഴ്സിറ്റി പറയുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ വിസ കിട്ടുമോ? കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഏജൻസികൾ ഇങ്ങനെ പല തട്ടിപ്പുകളും പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. പെട്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് കണക്ട് ആവും. ഇത് ചിലപ്പോൾ കാണുന്നവർക്ക് UK ഉള്ളവർക്ക് പെട്ടെന്ന് കണക്ട് ആവില്ല. ഈ അടുത്തിടെ വന്നവർക്കൊന്നും കണക്ട് ആവില്ല. അവരൊക്കെ എന്നെ എപ്പോഴും നെഗറ്റീവ് എന്ന് പറഞ്ഞു വിളിക്കും. ഒരു പ്രശ്നമില്ല, അഭിമാനത്തോടെ ഞാൻ കേൾക്കും. കാരണം ഇങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ഡെയിലി നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് 1, 2 പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും എനിക്കൊന്നും പറയാൻ ഒരു മൂന്നുമില്ല. പക്ഷെ ഉറപ്പാണ് ഇതേപോലുള്ള ഒരുപാട് പേരുടെ കണ്ണീര് അപ്പുറത്തുണ്ട്. ഇതിനൊക്കെ ചോദ്യം ഈ പറയുന്നവർക്കൊക്കെ ഉള്ള മറുപടി അത് തന്നെയാണ്. ഇനി പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, UK പഠിക്കാൻ വരുന്നവരും പഠിക്കുന്നവരും നിങ്ങൾ കട്ടൽമെന്റ് ലെറ്റേഴ്സ് വരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കറിയാം നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്. പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. ഇനി ഫീസ് അറേഞ്ച് ചെയ്യാനുള്ള വഴികളില്ല. ഒരു വഴികളെല്ലാം നമ്മുടെ മുമ്പിൽ അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഷെങ്കൻ വിസകൾ അടിക്കാൻ പറ്റും. ഷെങ്കൻ വിസ അടിക്കാൻ പറ്റും. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാട്ടിലേക്ക് തിരിച്ചു പോക്ക് എന്നുള്ള സ്വപ്നം
പോസിബിൾ അല്ലാത്ത ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇത് പറ്റുള്ളൂ. നാട്ടിലേക്ക് പോയാലും പ്രശ്നമില്ല, പഴയ ജോലിയുണ്ട്, ദുബായിൽ ജോലിയുണ്ട്, നാട്ടിൽ ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, വീട്ടുകാർ നല്ല സെറ്റാണ് എന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോകുന്നതിലേക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അല്ലാത്തവർക്ക് ഒരേ ഒരു വഴി എന്നുള്ളത് ഷെങ്കൻ വിസ അടിച്ചുകൊണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പറ്റില്ല, എങ്കിലും ഷെങ്കൻ വിസ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോസ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ യൂട്യൂബ് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ കുറച്ചധികം സക്സസ് സ്റ്റോറീസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതെല്ലാം നമ്മുടെ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് പോയവരുടെ സക്സസ് സ്റ്റോറീസ് ആണ്. സോ അവരെല്ലാം ഷെങ്കൻ കൺട്രിയിൽ എത്തിയിരിക്കുന്നത് പല വഴികളിലൂടെയാണ്. അതിനകത്ത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ലോവാക്യ, സ്ലൊവേനിയ, ചെക്ക് റിപ്പബ്ലിക്, ഇങ്ങനെയുള്ള കൺട്രീസ്, ഈ പറഞ്ഞ രാജ്യത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് എല്ലാവർക്കും കിട്ടുന്നൊന്നും പറയുന്നില്ല. ചില കാര്യങ്ങൾ എനിക്ക് ഇതിനകത്തൂടെ പറഞ്ഞു തരാനും പറ്റില്ല, അതിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക, അത് കൂട്ടിയോ. സ്ലോവാക്യ, സ്ലൊവേനിയ, ചെക്ക് റിപ്പബ്ലിക്കിൽ അൺസ്കിൽഡ് ജോബ്സിനും സ്കിൽഡ് ജോബ്സിനൊക്കെ ആൾക്കാർ എടുക്കുന്നത്. ലാംഗ്വേജ് ഒരു ബാരിയർ ആണെങ്കിലും അൺസ്കിൽഡ് ജോബ്സിനും ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് കയറി പോയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ലോവാക്യയിലെ ചില കമ്പനികൾ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏജൻസി റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസീസ് ഒക്കെ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഷെങ്കൻ വിസ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകും. നിങ്ങൾ കട്ടൈൽമെന്റ് ലെറ്റർ വന്നിട്ട് ഷെങ്കൻ വിസ എടുക്കാൻ നോക്കിയാൽ കിട്ടില്ല. കാരണം നമുക്കൊരു 60 ദിവസമാണ്, 60 ദിവസത്തിന് ഷെങ്കൻ വിസ പോയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് പോലും കിട്ടില്ല നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടില്ല. നിങ്ങൾക്ക് ഏകദേശം കൂടെ നമുക്കറിയാം, നമ്മൾ ടോട്ടലി ഫിനിഷ് ആയി, നമ്മുടെ മുമ്പിൽ ബ്ലാങ്ക് ആണ്, നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, അവിടെ പാർട്ട് ടൈം ഇതൊരു കിട്ടുന്നില്ല. ഏജൻസിയും ഇതേപോലെ പോസിറ്റീവ് വിളമ്പിയ മച്ചാമായിരുന്നു, നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല, നിങ്ങൾ കൊണ്ടുവന്നവരായിരിക്കും പോസിറ്റീവായിട്ട് വിളമ്പിയവരെ. അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എന്താ വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വേണമെങ്കിൽ അവർ പറഞ്ഞു തരും, നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറയുക അവർ യൂറോപ്പിലേക്ക് പോകും എന്നുള്ള പറയും. അപ്പോൾ മച്ചാന്മാരെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യും. നമ്മുടെ നാട്ടിലെ ഏജൻസി പൈസ കൊടുത്തിട്ട് പോകുന്നത് എങ്ങനെയാണ്, ആ ഏജൻസിക്ക് ഈ സ്ലോവാക്യനും സ്ലോവേനിയനും ചെക്കിലൊക്കെ ഓരോ ഏജൻസിന്, മെയിൻ ഏജൻസ്, അതായത് ആ രാജ്യത്തിൽ അതാത് രാജ്യത്തിലെ റിക്രൂട്ട് ചെയ്യുന്ന ഫേംസ് ഉണ്ട്. ആ ഫേംസിന്റെ ഒരു ടൈപ്പിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് പോയി, നമുക്ക് നാട്ടിൽ നിന്നിട്ട് ഈ പറഞ്ഞ പരിപാടി നടക്കില്ല. കാരണം നമുക്ക് ഒരു വിസ, ഒരു ട്രാവൽ ഹിസ്റ്ററി ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടില്ല. പക്ഷേ UK നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ രാജ്യങ്ങൾക്ക് പോകാൻ പറ്റും. ഈ രാജ്യങ്ങളിൽ പോയിട്ട് ആ ഏജൻസീസിനെ കണ്ടിട്ട് സ്കിൽഡ് ജോബിനാണെങ്കിലും എന്തിനും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബേസ്, നിൽക്കാനുള്ള ഒരു ബേസ് എന്ന് വേണം. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോയാലും കുഴപ്പമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും വേറെ ഒന്ന് ചിന്തിക്കണം. നാട്ടിൽ പോവാ, ദുബായി പോവാ, ഖത്തറിൽ പോവാ, നിങ്ങൾ പഴയ ജോലികൾ ചെയ്യുക. അല്ലാത്തവർക്ക് വേറെ വഴിയില്ല. കട്ടൽമെന്റ് ലെറ്റർ വന്നുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ഇനി പുതിയൊരു ഫീസ് അടച്ച്, ഇല്ലെങ്കിൽ പുതിയൊരു UK ട്യൂഷൻ ഫീസ്, ഏജൻസി പോയി കഴിഞ്ഞാൽ അന്ന് പുതിയ സ്റ്റുഡന്റ് വിസ എടുക്കാൻ വെച്ചാനേ എന്ന് പറയും. അത് വീണ്ടും 14 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഈ പറഞ്ഞ ലാസ്റ്റ് മിനിറ്റിൽ കട്ടൽമെന്റ് ലെറ്റർ വന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കാലും കൈ പിടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒരു രക്ഷയും നടക്കൂല. കാരണം യൂണിവേഴ്സിറ്റി വൺസ് നിങ്ങൾ ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ അവർ പറയും, പിന്നെ അടച്ചില്ലെങ്കിൽ കട്ടൈൻമെന്റ് ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ നാട്ടിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾ സമയമാകുമ്പോൾ വന്നാൽ മതി, ഇത്ര സബ്ജക്റ്റ് പോയിരിക്കുന്നതല്ലേ, അത് സമയത്തിന് വന്ന് ഇനി പുതിയ വിസ എടുത്ത് വന്നാൽ മതി. പോയി കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോവാം. അല്ലാത്തവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഷെങ്കൻ കൺട്രിയിൽ, ഈ പറഞ്ഞ കൺട്രിയിൽ വിസ എടുക്കാം. പോർച്ചുഗൽ പോലെ രാജ്യങ്ങളൊക്കെ ഉണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നില്ല. അതിന് പല കാരണങ്ങളൊന്നും നിങ്ങൾ കണക്ക് കൂട്ടിക്കോ, അതിന് പറയാത്തതിന് എന്താണെന്നുള്ളത്. അപ്പോൾ അത് പറയുന്നില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ഇവിടെ ഇപ്പോൾ ഉള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അംബർല വിസയൊക്കെയാണ്. ഇപ്പോഴത്തെ IHS കാര്യങ്ങളൊക്കെ വർദ്ധിച്ച സമയത്ത് ഈ അംബർല വിസ ഒരു 5 വർഷത്തേക്ക് 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം ഒക്കെ ആയിരിക്കും. നിങ്ങൾ ഫാമിലി ഒക്കെ കപ്പിളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ 5 ലക്ഷം രൂപയൊക്കെ വരും. അതിന് പുറമെ ഏജൻസി ഫീസ് അത് 10, 17, 20 ലക്ഷം, 25 ലക്ഷം രൂപയൊക്കെ മേടിക്കുന്ന ഏജൻസികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകത്ത് വിസ പോകാനുള്ള ചാൻസും ഉണ്ട്. നോ വർക്ക് വിസ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ വിസ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് വലിയ ഭീമമായ തുക എടുത്ത് നിങ്ങൾ കളയുന്നതിന് പകരം ഒന്നും നല്ല രീതിയിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക, 1-to-1 എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യുക. എനിക്ക് പല കാര്യങ്ങളും എനിക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം മാനദണ്ഡങ്ങൾ നമ്മളും പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടൈൽമെന്റ് ലെറ്റർ വന്നിട്ടല്ല എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏകദേശം കൊണ്ട് നിങ്ങൾക്ക് അറിയാം എൻ്റെ അവസ്ഥ എങ്ങനെയാണ്. മിക്കവാറും എനിക്കത് അടയ്ക്കാൻ പറ്റില്ല, ഈ ഫീസ് അടയ്ക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, നാട്ടിലുള്ള കാര്യം ഞാൻ എങ്ങനെ പെട്ടു എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്നതല്ല, എന്നെ കോൺടാക്ട് ചെയ്യലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട്, ഞാൻ പറഞ്ഞ ഷെങ്കൻ കൺട്രിയിൽ പോയിട്ട് ജോലി കണ്ടെത്താനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവാം.
ഓക്കെ, ഇതാണ് നമുക്ക് വഴിയുള്ളൂ. കട്ടൽമെന്റ് ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത്രയേ വഴിയുള്ളൂ. നമുക്ക് വീണ്ടും അതിന് അപ്പീൽ ചെയ്യാനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ കാല് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തേക്കാം, എന്നാൽ എല്ലാ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യില്ല. പുതിയൊരു കോഴ്സ് എടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യായിരിക്കും ഏജൻസികൾ. ഇല്ലെങ്കിൽ നിങ്ങളുടെ 24 മണിക്കൂർ പോസിറ്റീവ് വിളമ്പിയ ഇൻഫ്ലുവൻസേഴ്സ് ചിലപ്പോൾ പറയും പുതിയ ഫീസ് അടച്ചോ, കുഴപ്പമില്ല, എനിക്ക് നാട്ടിപ്പൊക്കം എന്നുള്ളതായിരിക്കും പറയാം. പക്ഷേ സത്യം പറയാമല്ലോ, ഇവിടുത്തെ കേസുകൾ ഈ പറഞ്ഞ ഫീസ് ഫുള്ളായിട്ട് അടച്ചു വരുവാണെങ്കിൽ നിങ്ങൾക്ക് PSW അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. PSW കിട്ടിയാൽ അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ ഇവിടെ. സോ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ വിസയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കെയർ വിസകൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്പോഴും കെയർ വിസയ്ക്കും പൈസ കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ ഇതാണ് കർട്ടൈൽമെന്റ് കിട്ടിയാൽ വന്നാലുള്ള പ്രശ്നം. നമ്മുടെ കയ്യിൽ സമയവും കുറവ്, വഴികളും കുറവ്. ആകെ ഉള്ള വഴി ഇതാണ്. പക്ഷെ കർട്ടൈൽമെന്റ് ലെറ്റർ വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ വഴികൾ ഇങ്ങനെയാണ്, നമ്മുടെ കോഴ്സുകൾ ഡ്രോപ്പായി, നമ്മുടെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നില്ലെങ്കിൽ പ്ലാൻ ബി പ്ലാൻ ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. ഇനി ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.